السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلوات والتسليم على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ليلة القدر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر. നിശ്ചയം ഈ വിശുദ്ധ ഖുർആനെ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നബിയെ തങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ഉത്തമമായതാണ്. 83 വർഷവും 4 മാസവും, അതാണ് 1000 മാസം. ആ 1000 മാസത്തേക്കാൾ ഉത്തമമായതാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒറ്റ രാത്രി. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. തനസ്സലുൽ മലായികതു. അന്ന് മലക്കുകൾ ഇറങ്ങും. വറൂഹു, ജിബ്രീലും ഇറങ്ങും. ഫിഹാ ബിഇദ്നി റബ്ബിഹിം. അവിടെ റബ്ബിൻ്റെ അനുവാദത്തോടുകൂടെ ആ രാത്രിയിൽ മലക്കുകളും ജിബ്രീലും ഇറങ്ങുന്നതാണ്. സലാമുൻ ഹിയ. ആ രാത്രി സലാമായിരിക്കും. ആ രാത്രി രക്ഷയുടെ രാത്രിയായിരിക്കും എന്ന് പറഞ്ഞാൽ ലാ യുഖദ്ദിറുല്ലാഹു ഫീ തിൽക്കൽ ലൈലതി ഇല്ല സലാമ. അന്നത്തെ രാത്രിയിൽ അല്ലാഹു തആല രക്ഷയല്ലാതെ കണക്കാക്കുകയില്ല. വഫി സായിരിൽ ലയാലി യുഖ്ലാ ബിൽ ബലായ വസ്സലാമ. മറ്റുള്ള രാത്രികളിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, രക്ഷകളുണ്ടാകും. പക്ഷേ ഈ രാത്രിയിൽ രക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അപ്പം അതുകൊണ്ട് ലൈലത്തുൽ ഖദർ, ഈ ലൈലത്തുൽ ഖദറിന് കണക്കാക്കുന്ന രാത്രി എന്നർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ അടിമകളുടെ ആയുസ്, അതുപോലെ അവരുടെ ഭക്ഷണം, വിജയിയാണോ പരാജയമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു തആല കണക്കാക്കുന്നത് ഈ രാത്രിയിലാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ കണക്കാക്കുന്ന രാത്രി എന്നർത്ഥമുണ്ട്. അതുപോലെ മഹത്വമുള്ള രാത്രി എന്നർത്ഥമുണ്ട്. ലി നുസൂലിൽ ഖുർആൻ. ഈ രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. ആ ഒരു മഹത്വം അതിനുണ്ട്. അതുപോലെ വനുസൂലിൽ മലായികത്തി വറൂഹി. അന്ന് മലക്കുകൾ ഇറങ്ങുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നു. വൽ ബറകത്തി. അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഇറങ്ങുന്നു ഭൂമിയിലേക്ക്. വൽ മഗ്ഫിറ. ധാരാളം ആളുകൾക്ക് അള്ളാഹു അന്ന് പാപമോചനം കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ മഹത്വമുള്ള രാത്രി എന്നർത്ഥമുണ്ട്. അതുപോലെ തളീഖ്, ഇടുങ്ങിപ്പോകുന്ന രാത്രി എന്നർത്ഥമുണ്ട്. ലി അന്നൽ അർള തളീഖു ഫിഹാ ബിൽ മലായിക. വാനലോകത്ത് നിന്ന് ധാരാളം മലക്കുകൾ ആ രാത്രി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിലുള്ള ചരൽക്കല്ലുകളുടെ എണ്ണത്തിനനുസരിച്ച് മലക്കുകൾ ഇറങ്ങുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങി ഭൂമി നിറഞ്ഞ് കവിയും. എത്രത്തോളം? അതുകൊണ്ടാണ് ലൈസഫി സബീഹത്തിഹ ശുആഉൻ. അതിൻ്റെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിന് കിരണങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. വസബബു ദാലിക അന്നൽ മലായികത ലികസ്റതി സുഊദിഹാ വഹുബൂതിഹാ തിൽക്കൽ ലൈല. ഈ രാത്രിയിൽ മലക്കുകൾ, ധാരാളം മലക്കുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് കൊണ്ട് തുസ്തറു ബി അജ്നിഹതിഹാ വഅജ്സാമിഹൽ ലതീഫ ശുആ അഷ്ശംസ്. ആ മലക്കുകളുടെ ചിറകുകൾ കൊണ്ടും മറ്റുമൊക്കെ ആയിട്ട് ആ സൂര്യൻ്റെ കിരണങ്ങളെ മറക്കപ്പെടുമെന്നാണ്. അപ്പം അത്രയും വാനലോകത്ത് നിന്ന് മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുകയും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് സലാം പറയുകയും ചെയ്യുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അന്ന് വലിയ ചൂടോ വലിയ തണുപ്പോ ഉണ്ടാവുകയില്ല എന്നതിൻ്റെ അടയാളമായിട്ട് പറയുന്നുണ്ട്. ഇനി ആ ലൈലത്തുൽ ഖദർ എന്തുകൊണ്ടാണ് അള്ളാഹു നൽകുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു മനുഷ്യനെ കുറിച്ച് പറയപ്പെട്ടു. ഷംഊനുൽ ഗാസി എന്ന് പറയുന്ന ആള്. അയാൾ ഒരു ഒട്ടകത്തിൻ്റെ താടിയെല്ല് കൊണ്ട് 1000 കൊല്ലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ പറയപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാത്ത പ്രയാസം തോന്നി. എന്തുകൊണ്ട്? തൻ്റെ ഉമ്മത്ത് ആയുസ് കുറഞ്ഞവരാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ സമുദായത്തിൻ്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് 60ൻ്റെയും 70ൻ്റെയും ഇടക്കാണ്. അപ്പോൾ ഇത്രയും തുച്ഛമായ കാലം ജീവിക്കുന്ന തൻ്റെ സമുദായം 1000 കൊല്ലം ജീവിച്ച ആളുകളെക്കാൾ അമലിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോകുമല്ലോ എന്ന ആശങ്ക അള്ളാഹുവിൻ്റെ റസൂലിനെ പിടികൂടിയപ്പോഴാണ് ലൈലത്തുൽ ഖദർ. അത് കാരണത്താലാണ് അള്ളാഹു തആല അള്ളാഹുവിൻ്റെ റസൂലിന് ലൈലത്തുൽ ഖദർ സമ്മാനമായി കൊടുക്കുന്നത്. പക്ഷേ ഈ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. പല കാര്യങ്ങളും പടച്ച റബ്ബ് മറച്ചു വെച്ചിട്ടുണ്ട്, രഹസ്യമാക്കിയിട്ടുണ്ട്.
ഇപ്പോൾ മനുഷ്യൻ്റെ മരണം, ഈ മരണം എപ്പോഴാണ് എവിടെ വെച്ചാണ് ഏത് രൂപത്തിൽ ആണ് മരിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല. അതെന്തുകൊണ്ട്, എന്തിനു വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്തത്? ഓരോ സമയവും മനുഷ്യൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്താനുമാണ്. അതുപോലെ വെള്ളിയാഴ്ചയിൽ ഇജാബത്തിൻ്റെ ഒരു സമയമുണ്ട്, ദുആക്ക് ഉത്തരം കിട്ടുന്നൊരു സമയമുണ്ട്. ആ സമയം അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ 99 പേരുകളുണ്ടല്ലോ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. 99 പേരുകളുണ്ട്. ആ 99 പേരുകളിൽ ഒന്ന് ഇസ്മുൽ ആളമാണ്. ഇസ്മുൽ ആളം കൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. പക്ഷേ ആ ഇസ്മുൽ ആളം ഏതാണെന്ന് അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ സ്വലാത്തുൽ ഉസ്താ നിസ്കാരം, ഹാഫിളു അലസ്വലവാതി വസ്വലാത്തിൽ ഉസ്താ നിസ്കാരത്തിന് മേൽ നിങ്ങൾ എല്ലാ നിസ്കാരങ്ങളെയും ശ്രദ്ധിക്കണം, അതിനോടുകൂടെ ഉസ്താ നിസ്കാരത്തിന് മേൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ആ നിസ്കാരം ഏതാണെന്ന് വ്യക്തമല്ല. അതേപോലെ ഖിയാമത്ത് നാൾ, അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് അറിയില്ല. അത് ആർക്കും അള്ളാഹു അറിയിച്ചു കൊടുത്തില്ല. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അള്ളാഹു താല രഹസ്യമാക്കി വെച്ചു. അതേപോലെ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് അള്ളാഹു രഹസ്യമാക്കി വെച്ചത് റമളാനിലെ എല്ലാ രാത്രികളും അടിമകൾ ഇബാദത്തിൽ മുഴുകാൻ, കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ആ രാത്രിയിൽ മാത്രമായിട്ട് ഇബാദത്ത് പരിമിതപ്പെടും, അങ്ങനെ വരാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ്. മാത്രമല്ല ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്നതിൽ റമളാന്റെ ആദ്യം മുതൽ അവസാനം വരെ ഏത് രാത്രിയും ആവാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഭൂരിഭാഗം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളിൽ തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ സ്വഹാബികളിൽ നിന്ന് ധാരാളം ആളുകൾ അവരൊക്കെ പറയുന്നില്ല യശുക്കൂന അന്നഹാ ലൈലത്തു സബ്ഇൻ വഇശ്രീൻ, അത് 27 രാവാണെന്ന്. അപ്പോൾ ഭൂരിഭാഗം ആളുകളും 27 രാവാണ് എന്ന അഭിപ്രായക്കാരാണ്. പിന്നെ ഇമാം ഗസാലി തങ്ങൾ അതിന് ചില ഇത് പറയുന്നുണ്ട്. അതായത് റമളാന്റെ തുടക്കം ഞായർ, ബുധൻ എന്നീ ദിവസങ്ങളിലാണെങ്കിൽ 29 രാവിനായിരിക്കും. ഞായറാഴ്ചയോ ബുധനാഴ്ചയോ ആണ് തുടക്കമെങ്കിൽ 29-നായിരിക്കും. നമുക്ക് ഈ വർഷം ഞായറാഴ്ചയാണ് ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ 29-ന്. ഇനി തിങ്കളാഴ്ചയാണ് റമളാൻ ആരംഭിച്ചതെങ്കിൽ 21-നായിരിക്കും. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണെങ്കിൽ 27-നായിരിക്കും. വ്യാഴാഴ്ചയാണ് ആരംഭിച്ചതെങ്കിൽ 25-ന്റെ രാവായിരിക്കും. അതേപോലെ ശനിയാഴ്ചയാണെങ്കിൽ 23 എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പോൾ ഭൂരിഭാഗം ആളുകളും 27-നായിരിക്കും. അതിന് ഒരു കാരണം കൂടെ പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്നതിൽ 9 ഹർഫുകളുണ്ട്. ഈ 9 ഹർഫ്, ലൈലത്തുൽ ഖദ്ർ എന്ന വാക്ക് 3 തവണയാണ് ആ സൂറത്തിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ 3-നെ 9-ൽ ഗുണിച്ചാൽ 9-നെ 3-ൽ ഗുണിച്ചാൽ ഫഹിയ സബ്ഉൻ വഇശ്റൂൻ, അത് 27 അപ്പം അങ്ങനെ ആ നിലക്ക് 27-നാണ് എന്ന ഒരർത്ഥം പറയുന്നുണ്ട്. അതേപോലെ സൂറത്തുൽ ഖദ്റിൽ 30 കലിമത്തുകൾ, വാചകങ്ങളുണ്ട്. അതിൽ സലാമുൻ ഹിയ എന്ന് സൂചിപ്പിക്കുന്നത് ലൈലത്തുൽ ഖദ്റിനെയാണ്. അപ്പോൾ ആ ഹിയ എന്നത് വരുന്നത് 27-ാമത്തെ വാചകമായിട്ടാണ്. അപ്പോൾ ആ നിലക്കും അത് 27-നാവാം എന്ന ഒരു അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ലൈലത്തുൽ ഖദ്റിൽ ഇബാദത്ത് ചെയ്യാൻ തടസ്സം വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് സഹോദരിമാർ, ആ സമയത്ത് അവർ പീരീഡ് ടൈം ആയിരിക്കാം എന്ന് വെക്കാം. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിൽ വല്ലാതെ വ്യാകുലപ്പെടാറുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം കുല്ലു മൻ തകബ്ബറല്ലാഹു അമലഹു സയുഅ്തീഹി നസീബഹു മിൻ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഒരാൾക്ക് മിസ്സായി പോയി, എന്നാൽ മറ്റു രാത്രികളൊക്കെ അവർ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടുമെന്നാണ്. അല്ലാഹു തആല ലൈലത്തുൽ ഖദ്റിൽ ഹയാത്താക്കിയതിന്റെ പ്രതിഫലം നൽകും. അപ്പം അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള ദിവസം അന്ന് നോമ്പും നിസ്കാരമൊക്കെ മുടങ്ങിപ്പോകുന്നു എന്നതിൽ ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല, സഹോദരിമാരാണെങ്കിലും മറ്റുള്ളവർ. എന്തുകൊണ്ട്? അല്ലാത്ത സമയത്ത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പ്രതിഫലം അല്ലാഹു തആല ഈ ചെയ്യാൻ പറ്റാത്തതിന് മേൽ ചെയ്യാതിരിക്കുന്ന ദിവസം പിന്നെ അള്ളാഹു നൽകുമെന്നാണ്. ഇപ്പൊ ഒരാൾ രോഗിയാണ്, അല്ലാത്ത ദിവസങ്ങളൊക്കെ അയാൾ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദിവസം അള്ളാഹു തആല മറ്റുള്ള ദിവസത്തിന്റെ അതേ പ്രതിഫലം നൽകുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ വേദനിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അപ്പോൾ വളരെ പവിത്രമുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്ന് പറയുന്നത്. അത് ഇബാദത്തുകൾ കൊണ്ട് കൂടുതൽ ധന്യമാക്കി രാത്രിയെ ഹയാത്താക്കുക, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അടുത്ത ഒരു ലൈലത്തുൽ ഖദർ നമുക്ക്
ഇബാദത്ത് ചെയ്യാനുള്ള അവസരം ലഭിക്കുമോ ഇല്ലേ ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഉള്ള സമയങ്ങൾ നമ്മൾ സ്വായത്തമാക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.